ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലക്ക് വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. പാലക്കും ദാലും വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലക്ക് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി അതിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ മസൂർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പാത്രത്തിൽ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ജീരകം നമുക്ക് അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയ്ക്കൊന്ന് നന്നായി വഴണ്ട ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റാം. മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കുറച്ചു നേരം. പത്ത് മിനിറ്റ് വരെ നമുക്കിങ്ങനെ അടച്ചൊന്ന് വെച്ച് വേവിക്കാം. തക്കാളിക്കൊന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം. പിന്നെ ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മസൂർ പരിപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. 1 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതിയാവും. കറി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. ഇവിടെ ഞാൻ ആ പരിപ്പിൻ്റെ വെള്ളം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും കറിയുടെ ചാറ് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ ഒന്ന് കുറുകണമെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് കറി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അതിനുശേഷം ഇവിടെ നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇലക്കറിയിൽ ഒരിക്കലും നമ്മൾ മല്ലിയില ചേർക്കില്ല. പക്ഷേ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. മല്ലിയില ചേർത്തതിന് ശേഷം ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ പാലക് ദാൽ കറി. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് കൂടിയാണിത്. പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിക്കും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു ശ്രീജിത്ത്.